ഹലോ ഗേസ്, ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ വർക്കിന് ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഇന്ന് ഹർത്താലും കാര്യങ്ങളൊന്നും ഇല്ല, ഉണ്ടായിരുന്നു, അത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതേപോലെ ഗ്രൂപ്പിൽ 2-3 ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. കൊച്ചിയിൽ സ്ട്രൈക്ക് നാളെ ഇല്ല, കാരണം ഊബറിൻ്റെ പ്രതിനിധികൾ ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് അതിശക്തമായ ഒരു സമരം ഊബറിനെതിരെ ഉണ്ടാകുമെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്തൊക്കെയാവോ എന്തായാലും ഒന്ന് ഓടാൻ പറ്റും, അല്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഊബർ മാത്രം ഓഫ്ലൈൻ ആക്കാനാണ് പറയുന്നത്. യാത്രയാണ് മെയിനായിട്ട് ഓടാൻ പറയണത്, അതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഊബറിന് എന്തോ ഒരു സമരം ഇല്ല എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് ഊബറും ഓടാൻ വെക്കുന്നത്. നമ്മൾ 3 ആപ്പും ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 7:57 ആയിക്കുന്ന സമയം. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് തുടക്കാറുണ്ട്. അപ്പോൾ ക്ലോത്ത് കൊണ്ടൊന്ന് ജസ്റ്റ് ഒക്കെ ഒന്ന് ബാക്കിലൊക്കെ ഒന്ന് തുടക്കട്ടെ. അപ്പോൾ നമുക്ക് തുടക്കിനിടയിൽ ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ബിജോ നമ്മളെ ഇൻഫോ പാർക്കിലേക്കാണ് ഡ്രോപ്പ് ഉള്ളത്. അത് 1.5 കിലോമീറ്റർ ആട്ടോ പിക്കപ്പ്, 1.4 കിലോമീറ്റർ. അപ്പോൾ നമ്മളെ പെട്രോൾ ഇന്ന് മിന്നി കളിക്കാം കേട്ടോ. CNG പിന്നെ 3 കട്ടിയും പാടേ ഉള്ളൂ. BE നമ്മൾ 0 ആക്കട്ടെ. അപ്പോൾ 7 എത്ര കിലോമീറ്റർ ഓടി? 128 കിലോമീറ്റർ ഓടിക്കുന്നുണ്ടോ. കുഴപ്പമില്ലാത്ത മൈലേജ് കിട്ടിയില്ല. ഞാൻ 3 കട്ടിയും പാടേ ഉണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാം കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ പിക്കപ്പ് പോയിന്റിൽ എത്താനായിട്ടുണ്ട് കേട്ടോ. ഒരു 100 മീറ്ററും കൂടി ഉള്ളൂ. വരുന്ന വഴിക്ക് ഇപ്പോൾ കുറച്ച് മുമ്പ് റാപ്പിഡോയിൽ ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. 8 കിലോമീറ്ററിൻ്റെ 210 രൂപ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു ഫെയർ. അപ്പോൾ ഏതായാലും നമ്മളെ കസ്റ്റമർ അവിടെ കാണുന്നുണ്ട്, ഹെഡ് ഈ ലെഫ്റ്റ് സൈഡിലാട്ടോ. ഓക്കെ, അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഫസ്റ്റത്തെ കൈനീട്ട ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. 154 രൂപ കേട്ടോ നമുക്ക് കിട്ടിയത്. അത് നമ്മളെ വേൾഡ് ട്രേഡ് സെൻറ്ററിലേക്കായിരുന്നു, ബ്രിഗേഡ് ടവറിലേക്ക്, ഇൻഫോ പാർക്ക്. പോരുന്ന വഴിക്ക് റാപ്പിഡോയിൽ കുറേ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 4-5 ട്രിപ്പേലും അടിച്ചിട്ടുണ്ടാവും റാപ്പിഡോയിൽ. ഊബറിൽ ഒരു വട്ടമായിട്ട് അടിച്ചോണ്ട് ഒരു ട്രിപ്പ്, അത് മാച്ചായിട്ടാണ് വന്നത്, അത് ഞാൻ എടുത്തില്ല. യാത്രയിൽ ഒന്നും വന്നില്ല കേട്ടോ. റാപ്പിഡോയിൽ ഒരു 4-5 വന്നു. ഇടച്ചിറന്നൊക്കെയാണ് കൂടുതൽ പിക്കപ്പ്. ഇതാ ഒരു ഊബർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റാപ്പിഡോയിൽ ഒരു ട്രിപ്പ് അടിച്ചുകൊണ്ടോ. കലൂരിലേക്കാണ് 262 രൂപയുടെ ട്രിപ്പാട്ടോ. 11 കിലോമീറ്ററാണ് ദൂരമുള്ളത്. അത് നമ്മൾ പിക്കപ്പ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളിവിടെ ഇടച്ചിറയിലുള്ള ഒരു ഫ്ലാറ്റിൽ നിന്നാട്ടോ പിക്കപ്പ് ഉള്ളത്. ഞാൻ ഇവിടെ എത്തി വണ്ടി ഓടിച്ച് വെച്ചേക്ക് യാത്രയിൽ ഇപ്പോൾ ട്രിപ്പ് അടിച്ചു. കറക്റ്റ് കലൂരിലേക്ക് കേട്ടോ. 257 രൂപ തന്നെ. എന്നാലും റാപ്പിഡോയിലാണ് ഒരു 10 റുപ്യ കൂടുതലും ഉണ്ടോ. അപ്പോൾ കസ്റ്റമറെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ആളിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. അങ്ങനെ നമ്മൾ റാപ്പിഡോൻ്റെ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടോ. നമ്മളെ CNG വാണിംഗ് എത്തിയിട്ടുണ്ട്, ഇപ്പോഴാട്ടോ കത്തുന്നത്. അപ്പോൾ അത് കുറച്ച് ഡിലേ എടുത്തു, നല്ല സമയം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ നമ്മൾ റീചാർജ് കഴിഞ്ഞിട്ടുണ്ട്, റീചാർജ് ചെയ്യണം. അത് 264 രൂപയുടെ ട്രിപ്പായിരുന്നു വന്നപ്പോൾ. അപ്പോൾ അത് വീണ്ടും കൂടിയിട്ടുണ്ട്, സമയം കൂടിയപ്പോൾ 36 മിനിറ്റ് എടുത്ത്. 14 കിലോമീറ്ററാണ്, 284 രൂപ. അപ്പം നമ്മളെ റീചാർജ് കഴിഞ്ഞിട്ടുണ്ട്. റീചാർജ് ഒക്കെ പെട്ടെന്ന് കഴിയണ്ടല്ലോ. അത് കോടിയിട്ട് തന്നെയാണോ കഴിയണത്? വെറുതെ നമ്മൾ ട്രിപ്പ് എടുത്തിട്ട് ക്യാൻസൽ ചെയ്താലും ഇതിൻ്റെ അത് കുറയുന്നുണ്ടോ? 1000 രൂപ ഏൺ ചെയ്യുന്നതിൻ്റെ എന്താ അറിയില്ല. കുറച്ച് 2-3 ട്രിപ്പ് എടുക്കുമ്പോഴത്തേന് തന്നെ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ റാപ്പിഡോൻ്റെ റീചാർജ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി 1000 രൂപ ഏൺ ചെയ്യാം കേട്ടോ. 0 ആണ് അതിൽ ഏൺ ചെയ്തിട്ടുള്ളൂ, 1000 വരെ ഏൺ ചെയ്യാം. അപ്പോൾ ഇനി അവിടെ കിടക്കട്ടെ. നമ്മളെ CNG അടിക്കണം. CNG ഇപ്പോൾ ഇതാ വാണിംഗ് എത്തിയിട്ടുണ്ട്. CNG കാക്കനാട് നിന്ന് അടിക്കേണ്ടി വരും. റാപ്പിഡോയില് അടുത്തൊരു ട്രിപ്പും പാടെ അടിച്ചിട്ടുണ്ട്, ഒരു ഷാഹിറ. അപ്പോൾ ഇതും കാക്കനാട്ട് കേട്ടോ. ഇതിന് ഏകദേശം 264 രൂപ ഉണ്ട്. ഇങ്ങോട്ട് പോകുന്നത് 260 വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് 280 എത്ര ആയി. ഇതിപ്പോൾ 264 കാണിച്ചിരിക്കണം. ഇനി ബ്ലോക്കിൽ നിൽക്കുമ്പോൾ കൂടുമെന്നാവോ. CNG ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വാണിംഗ് വന്നിട്ടല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് മിന്നി കളിക്കാൻ തുടങ്ങണം. മിന്നി കളിച്ചാലും പിന്നെ ഒരു 8 കിലോമീറ്ററിലും പോകേണ്ടതാണ്. ഇതിപ്പോൾ 13 കിലോമീറ്റർ എന്തോളൂ ഡ്രോപ്പ്. അപ്പോൾ കറക്റ്റ് ആയിരിക്കും. ഇനി ബ്ലോക്കിൽ കടന്നിട്ട് CNG കഴിയുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. പിന്നെന്താ വെച്ചാൽ ഈ ട്രിപ്പ് കഴിഞ്ഞ ഉടനെ നമ്മൾ പിന്നെ ഊബർ ഒന്ന് ഓണാക്കാണ്ട് ഓഫ് ചെയ്ത് തന്നെ പമ്പിലേക്ക് പോകേണ്ടി വരും, കാക്കനാട് പമ്പിലേക്ക്. പിന്നെ അടുത്തൊരു ട്രിപ്പ് എടുക്കാല്ലേ CNG ഇതിലുണ്ടാവൂല. അപ്പം ഇനി പോയിട്ട് കസ്റ്റമറെ പോയി പിക്ക് ചെയ്യട്ടെ. ഷാഹിർ എന്ന ഡ്രൈവർ ഷാഹിറ എന്ന കസ്റ്റമറെ പോയി പിക്ക് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ റാപ്പിഡോൻ്റെ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഇപ്പോൾ ടോട്ടല് 549 രൂപ റാപ്പിഡോയിൽ ഓടിയുണ്ട്. ലാസ്റ്റ് ട്രിപ്പ് 265 രൂപ കേട്ടോ ഓടിയത്. ഇപ്പോൾ പോകുന്ന ട്രിപ്പ് നമ്മൾ ആംബിയൻസിൻ്റെ അവിടെ ആയിരുന്നു കേട്ടോ ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. ആംബിയൻസിൻ്റെ അവിടെ നിന്ന് അടിയൊക്കെ അറക്കത്തിലൊരു വീട്ടിലായിരുന്നു. അപ്പോൾ നമ്മൾ CNG കഴിഞ്ഞിട്ടുണ്ട്, പെട്രോൾക്ക് മാറിയിട്ടുണ്ട്. ആളെ ഡ്രോപ്പ് ചെയ്യണതിൻ്റെ ഒരു 300 മീറ്റർ മുമ്പേ പെട്രോൾക്ക് ചാടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ കാക്കനാട് പോയോക്കട്ടെ. ഞാൻ ഊബർ ഓണാക്കിയില്ല കേട്ടോ. ഊബർ ഓണാക്കിയപ്പോൾ ട്രിപ്പ് അടിക്കും. റാപ്പിഡോ ഞാൻ ഓഫാക്കിയിട്ടുമില്ല. റാപ്പിഡോ പിന്നെ ഓഫാക്കിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതുവരെ വേറെ ട്രിപ്പ് അടിച്ചിട്ടൊന്നുമില്ല. ഇതെന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കാരണം ആകെ നമ്മൾ 13 കിലോമീറ്റർ പോകുന്നിട്ടുള്ളൂ. ഒരു കട്ട നമ്മളത് അപ്പോൾ വാണിംഗ് വന്നിട്ടുള്ളൂ. ആ ഒരു കട്ടിൽ പിന്നെ ഒരു 20 കിലോമീറ്റർ എന്തായാലും കിട്ടേണ്ടതാണ്. എന്നാൽ ഒരു 15 കിട്ടേണ്ടതാണ്. ഇതിപ്പോൾ 13 കിട്ടിയിട്ടുള്ളൂ.
എനിക്ക് തോന്നുന്നത് AC ഇട്ടിട്ട് ഇങ്ങനെ പോന്നിട്ടായിരിക്കും. AC 2-ലിട്ട് ഇങ്ങനെ പോരല്ലേ. പിന്നെ രണ്ടോടത്ത് നമുക്ക് ബ്ലോക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മളെ HMTയിലുള്ള ബ്ലോക്ക്, പിന്നെ സ്ഥിരമുള്ള ഒരു ബ്ലോക്കാണ്. ഇപ്പോൾ 10:15 ഈ ഒരു പീക്ക് ടൈമിൽ ഉണ്ടാവുന്ന ഒരു ബ്ലോക്ക് ഉണ്ട് അതിനോടെ. പിന്നെ നമ്മളെ കാക്കനാട് സിഗ്നലിൻ്റെ അവിടെ ഒരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്താണെന്നോ ഇവിടെ കാക്കനാട് CNG പമ്പിൽ നല്ല തിരക്കുണ്ടാവും ഈ സമയത്ത്. ആ റോട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും. അതാണ് പ്രശ്നം. നമുക്ക് ആ മുട്ടൻ ഭാഗത്ത് നിന്ന് അടിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ല. അതുകൊണ്ടോ വണ്ടിയാൾ ഇവിടുന്ന് തന്നെ ബ്ലോക്കാട്ടോ. നമ്മളെ സെസ്സാണിത്. സെസ്സിൻ്റെ അവിടുന്ന് മുതലേ ബ്ലോക്കാണ് വണ്ടി. അപ്പോൾ ഇനി പെട്രോള് ഒരു ഘട്ടം ഉണ്ട്, അത് മിന്നിയിട്ടില്ല. അപ്പോൾ അത് മിക്കവാറും റോഡ് എത്തുമ്പോഴത്തേന് മിന്നും. അങ്ങനെ നമ്മൾ പമ്പിലേക്ക് എത്തിയിട്ടോ. ചെറിയൊരു കുഴപ്പമില്ലാത്ത വരിയുണ്ട്. റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്, കുഴപ്പമില്ല. നമ്മളാണ് ലാസ്റ്റ് വണ്ടി. ഇവിടെ ഒരു പ്രൈവറ്റ് വണ്ടി വന്ന് കയറിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇനി CNG അടിക്കട്ടെ. അങ്ങനെ നമ്മൾ CNG അടിച്ചിട്ടോ. കഴിഞ്ഞ CNGയിൽ നമ്മൾ 152 കിലോമീറ്റർ ആട്ടോ ഓടിയത്. അത് 0 ആക്കിയിട്ടുണ്ട്. ഇനി ഇതിവിടെ ഫ്യൂവൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. CNGൻ്റെ വരിയേ അവിടുന്ന് വീണ്ടും അവിടെ എത്തിക്കണ്ടോ, റോഡിൻ്റെ അവിടെ എത്തിക്കണം. ഇപ്പോഴും അവിടുന്ന് ഒരു അനക്കം വന്നിട്ടില്ല. 672 രൂപ കേട്ടോ ഇത് CNGക്ക്. 10:45 സമയം. ഒരു ഏകദേശം ഒരു 20 മിനിറ്റോളം അവിടെ പോയി. ഇനി വേഗം ഓണാക്കി നോക്കട്ടെ എന്താണ് അവസ്ഥ നോക്കട്ടെ. പമ്പിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഘട്ടം പോയിട്ടോ. 400 മീറ്റർ പോന്നിട്ടുള്ളൂ. നമുക്ക് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. നമ്മളെ ഇൻഫോ പാർക്കൊക്കെ തോന്നുന്നുണ്ട്. ഒരു സമർ എന്നാണ് കസ്റ്റമറുടെ പേര്. അപ്പോൾ ഇത് കാക്കനാട് കണ്ടത് 177 രൂപയെന്ന് തോന്നുന്നുണ്ട് ട്രിപ്പിൻ്റെ ഫെയർ. അങ്ങനെ നമ്മൾ പിക്കപ്പ് പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആളെ ഞാൻ വിളിച്ചു നോക്കി, ആൾ എടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് എന്നാണ് പറഞ്ഞത്. ഹിന്ദിക്കാരനാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടോ. ഇതായിരുന്നു നമ്മളെ കസ്റ്റമർ. നമ്മളെ ഇൻഫോ പാർക്കിലെ ഒരു തപസ്യ പറഞ്ഞിട്ടുള്ള ഒരു ടവർക്കാട്ടോ വന്നിട്ടുള്ളത്. ഇനി നേരെ പോയിട്ട് നമ്മൾ ആംബിയൻസിൽ പോയിട്ട് ഒരു ചായ കുടിക്കട്ടെ കേട്ടോ. സമയം 11:24 ആയിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് ട്രിപ്പ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ പോവാം, ഇല്ലാന്നുണ്ടെങ്കിൽ അതുവരെ ഇങ്ങനെ പോയി നോക്കാം. കറക്റ്റ് നമ്മൾ ആംബിയൻസിൻ്റെ അവിടെ എത്തിയപ്പോൾ നമുക്ക് ട്രിപ്പ് അടിച്ചിട്ടോ. ഒരു നഷീദയാണ് കസ്റ്റമറുടെ പേര്. വാട്ടർ മെട്രോ എന്നാട്ടോ. വാട്ടർ മെട്രോ എന്നൊക്കെ ട്രിപ്പ് അടിച്ചിട്ട് കുറേ ദിവസമായിക്കണം. ആദ്യം ഒരു മാച്ച് ട്രിപ്പായിട്ട് വന്ന് അത് ക്ലിക്ക് ചെയ്ത് അത് കിട്ടിയില്ല. അത് ഈ ട്രിപ്പ് തന്നെ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞൊക്കെ 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേന് ഇത് ട്രിപ്പായിട്ട് വന്ന്. അതെന്തായാലും പിന്നെ നമുക്ക് കിട്ടും, നമുക്കായിട്ട് വരുന്ന ട്രിപ്പാണ്. അപ്പോൾ ഏതായാലും പോയിട്ട് നഷീദാനെ പോയിട്ട് പിക്ക് ചെയ്യട്ടെ. ഇത് നമ്മളെ മറൈൻ ഡ്രൈവ് കേട്ടോ ഡ്രോപ്പ് ഉള്ളത്. ജസ്റ്റ് ഒന്ന് ഊബർ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സമയം 1:19 ആയിട്ടുണ്ട്. വണ്ടിയായി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടോ. ഞാൻ നമ്മളെ സലാമിൻ്റെ അടുത്തേക്ക് വന്നിക്കാണ്. ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാട്ടോ. ഇവിടെ സലാമിൻ്റെ ഒപ്പം പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് അവൻ്റെ വണ്ടി എടുക്കാനും പോകണം. നമ്മൾ ഇന്നലെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വണ്ടി എടുക്കാൻ. അത് ഇന്നലെ റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നൊരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ അത് പോയി എടുക്കണം വണ്ടി. ഇവിടെ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ വണ്ടി ഇടാൻ സ്ഥലം ഉണ്ടാവില്ല. നാളെ ഞാൻ ആ കാറ് നിൽക്കണം അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ കുറച്ച് പോയിക്കണോ. എൻ്റെ ലൊക്കേഷൻ എനിക്ക് 300 മീറ്റർ നടക്കാണ്ട്. ഇതായിട്ട് നമ്മളെ സലാമാണെന്ന് ഫുഡ് വാങ്ങി തന്നെ. അല്ല നമ്മളെ യൂട്യൂബ് എൻ്റെ റൂമൊക്കെ ഇങ്ങനെ ഇടുക. കോളനിയാണ്. ചെക്കൻ്റെ റൂം ഹൈ ലെവലിലെ റൂമാണ്. ബായിക്കോട്ടയാണ്. ചെക്കൻ പുതിയ ഊബറിലേക്കുള്ള ഡ്രൈവറാണ്. വണ്ടി ഇന്ന് കിട്ടും. ഇന്ന് ഷോറൂമിൽ നിന്ന് പോയിട്ട് ഇറക്കും. ഒരു മാരുതി എക്സ്പ്രസ് ആണ്. അപ്പോൾ ഗൈസ് ഞങ്ങളങ്ങനെ ഒരു 6:51 ആയപ്പോൾ സാധനം വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഷോറൂമിലേക്ക് പോകാട്ടോ. ഇതിപ്പോൾ 2-3 ദിവസമായി വണ്ടി കിട്ടാൻ ഇങ്ങനെ നിൽക്കണേ, ഡിലേ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും കുറേ ഇങ്ങനെ വിളിച്ച് ദൂരം കിട്ടിയപ്പോൾ പുറപ്പെട്ടോ എന്ന് പറഞ്ഞിക്കണം. അപ്പോൾ തന്നെ കുറച്ച് സമാധാനമായി. ഇനിയിപ്പോൾ ഇത് കിടക്കണത് നമ്മളെ കളമശ്ശേരിയിലുള്ള മൈജോ മോട്ടോഴ്സിലാണ് വണ്ടി കിടക്കണത്. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ പോണേ, മെട്രോയിലാട്ടോ പോണേ. ഇനിയിപ്പോൾ വെറുതെ കാറിൽ പോയിട്ട് സമയം കഴിഞ്ഞാണ്ട് ഡിലേ ആവേണ്ടി എഴുതിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പോണത്. ഇപ്പോൾ ഗൈസ് ഞങ്ങളങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് വന്നിട്ടോ. അവൻ്റെ റൂമിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മളെ വണ്ടി അവിടെ ലാസ്റ്റ് പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ. അപ്പോൾ ഇനി എടുത്ത് പോട്ടെ. അങ്ങനെ ഒരു 12:30 സമയപ്പോഴേ നമ്മൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു ഫ്രൈഡ് റൈസുമായിട്ട് നേരെ റൂമിലേക്ക് പോകുന്നു. നമ്മൾ ഓടിയത് 53 കിലോമീറ്റർ കേട്ടോ. ഒരു 6 ഘട്ടം CNG പാടുണ്ട്. പിന്നെ ബിയിൽ 96 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. അപ്പോൾ അത് 0 ആക്കിയിട്ടുണ്ട്. നമ്മൾ സലാമിൻ്റെ അവിടെ നിന്ന് പോകുന്നതിന് ശേഷം ഞാൻ ഈ എടപ്പള്ളി എത്തിയപ്പോൾ നമ്മളെ മൊബൈൽ ഷോപ്പിൽ ഓണർ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ കുറച്ച് നേരം അങ്ങനെ വർത്താനം പറഞ്ഞ അവിടെ നിന്ന്. അതാണ് ഇത്ര കുറച്ച് ലേറ്റ് ആയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇവിടെ നമ്മളെ വള്ളത്തോളിൽ നിന്ന് ഫുഡും വാങ്ങിയിട്ട് നേരെ റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഓക്കെ ഗൈസ്, നാളെ കാണാം.